ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഹൗ ഡു വി കമ്പ്യൂട്ട് ടാക്സ് ആണ്. ഫസ്റ്റ് വൺ, നമ്മുടെ ഗ്രോസ് ഇൻകം അല്ലേ. നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ്സ് ടു ഇൻകം, ഇൻകത്തിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് കൂട്ടലും കുറയ്ക്കലൊക്കെ നടത്തും. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം കിട്ടും. ഓക്കെ, ആ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ്. ഓക്കെ, ദർ ആർ 2 ടൈപ്പ് ഓഫ് ഡിഡക്ഷൻസ്. ഏതൊക്കെയാണത്? 2 ടൈപ്പ് ഓഫ് ഡിഡക്ഷൻസ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ദ അതർ വൺ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ. വെരി ഗുഡ്. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ്, ഏത് ഡിഡക്ഷൻ ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദി ടാക്സബിൾ ഇൻകം ഓൺ വിച്ച് ടാക്സ് ഇസ് കമ്പ്യൂട്ടഡ്. എന്നിട്ട് ആ ഇൻകത്തിന്മേൽ, ആ ടോട്ടൽ ഇൻകത്തിന്മേലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത്ര ഇൻകത്തിന് ഇത്ര പെർസെൻറ്റേജ് ടാക്സ്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ആ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. ഓക്കെ, 10% എത്ര തൊട്ട് എത്ര വരെയുള്ള ഇൻകം അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേക്കാണ് നമ്മൾ 10% ചാർജ് ചെയ്യുന്നത്. 15%, 20%, 25%. ഓരോ സ്കെയിൽ ഓഫ് ഇൻകം ഉണ്ടാവും. ഇത്ര തുടങ്ങി ഇത്ര വരെയുള്ള ഇൻകത്തിന് ഇത്ര പെർസെൻറ്റേജ്. സോ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിയുമ്പോൾ ആ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടാക്സബിൾ അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. എത്ര നമ്മൾ ടാക്സ് അടയ്ക്കണം എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റത്തെ ഗ്രോസ് ഇൻകം. നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ്സ് ഡിഡക്ട് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം കിട്ടുന്നു. ഈ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന റിഡക്ഷൻ ടൈപ്പ് ഉണ്ടാവും. അതിൽ പ്രതിപാദിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ റിഡക്ഷൻ എമൗണ്ട് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും, ടാക്സബിൾ ഇൻകം. ആ ടോട്ടൽ ടാക്സബിൾ ഇൻകം ഇൻറ്റു ഇത്ര പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് കിട്ടും. എത്ര ടാക്സ് ആണോ അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ആ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽക്കുലേഷൻസ് വരുമ്പോൾ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയോ ഫോർമുല? നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വേഴ്സസ് ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ ആണ്. ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ അല്ലെങ്കിൽ ഐറ്റമൈസിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? യു ഹാവ് ടു റിപ്പോർട്ട് ഈച്ച് ക്വാളിഫൈഡ് ഡിഡക്ഷൻ. ഓക്കെ, റിക്വയർസ് കംപ്ലീറ്റിംഗ് സ്കെഡ്യൂൾ എ ആൻഡ് പോസിബിളി അതർ ഫോംസ്. നമ്മൾ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റിപ്പോർട്ട് ഈച്ച് ക്വാളിഫൈഡ് ഡിഡക്ഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്കെഡ്യൂൾ എ 1040 എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഫോമിൻ്റെ കൂടെ സ്കെഡ്യൂൾ എയും കൂടി നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ദി ഡിഡക്ഷൻസ് റെഡ്യൂസ് യുവർ ടാക്സബിൾ ഇൻകം. സോ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ടാക്സബിൾ ഇൻകം കുറയും. അപ്പം അത്രയും ഇൻകം കുറച്ച് കാണിക്കും. ഇപ്പോൾ 1 ലക്ഷമാണ് നമുക്ക് ഇൻകം വരുന്നതെങ്കിൽ നമ്മളിപ്പം നമ്മുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം 1 ലക്ഷമാണെന്ന് വിചാരിക്കുക. സോ 1 ലക്ഷത്തിന്മേൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതെന്താ കുറച്ച് വലിയ ഹ്യൂജ് എമൗണ്ട് ആവും. അപ്പോൾ നമുക്ക് ടാക്സ് കുറച്ച് കാണിക്കണം. കുറച്ച് കാണിക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഐറ്റമൈസ്ഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ ഏതെങ്കിലും ഒരു ഡിഡക്ഷൻ സെലക്ട് ചെയ്യുന്നു. കറണ്ട് ടാക്സ് ഇയറിൽ എത്രയാണോ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ എമൗണ്ട് നോക്കുക. ഞാൻ പറഞ്ഞു ഈ 2024 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട് IRS. ഓരോ ഇയറിലും ഇത്ര എമൗണ്ട് വെച്ച് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. ഈ ഡിഡക്ഷൻസിൽ ചേഞ്ചസ് വരും, കൂട്ടിക്കൊണ്ടിരിക്കും എമൗണ്ട്. സോ അതുകൊണ്ട് ഓരോ വർഷം നമ്മൾ ഈ അപ്ഡേഷൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതനുസരിച്ച് ഒരു ഡിഡക്ഷൻ സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ഗ്രോസ് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിൽ നിന്ന് പർട്ടിക്കുലർ ഡിഡക്ഷൻ എമൗണ്ട് കുറയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ 1 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ അത് ഒരു 70,000 75,000 ഒക്കെ ആയിട്ട് മാറാം. സോ അതിന്മേൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാകും നമ്മുടെ ടാക്സ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ 1 ലക്ഷത്തിന്മേൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞു കിട്ടും നമുക്ക് എന്ത്? ഈ 70,000 ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. സോ അത്ര എമൗണ്ട് ടാക്സ് അടച്ചാൽ മതിയാകും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഡിഡക്ഷൻസ് ഒക്കെ വെച്ചേക്കുന്നത്. മനസ്സിലായോ? ഡിഡക്ഷൻസിന്റെ പർപ്പസ് മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണെന്ന്, എങ്ങനെയാണ് ഡിഡക്ഷൻ നമ്മുടെ ടാക്സ് കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയോ അക്കാര്യം? അഡ്ജസ്റ്റഡ് ഓക്കെ, ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാകും. അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. കാരണം എന്താ? ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതിന് അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് IRS തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമുക്ക് തരുന്ന ഒരു ചോയ്സ് ആണ് ഈ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. അത് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതനുസരിച്ച്
ടാക്സ് എമൗണ്ട് കുറച്ച് കാണിക്കാന്നാണ്. ഓക്കെ, ഇത്രയൊക്കെ IRS നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടും നമ്മൾ ഈ ടാക്സ് വെട്ടിക്കുക, അല്ലെങ്കിൽ ഫ്രോഡ് കാണിക്കുക, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മിസ്റ്റേക്സ് വരുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പെനാൽറ്റീസ്, ഇംപ്രിസൺമെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. യു ഡിഡക്ട് എ ഫ്ലാറ്റ് ഡോളർ എമൗണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക എമൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇത്ര വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത്ര എമൗണ്ട്, ഈ ഫയലിംഗ് സ്റ്റാറ്റസിലുള്ളവർക്ക് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സോ നമ്മൾ നമ്മുടെ ഫയലിംഗ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് വേണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എമൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടാവും. ഓരോ ഇയറിലും കുറച്ച് കുറച്ച് എമൗണ്ട് വെച്ചിട്ട് ചേഞ്ചസ്, അപ്ഡേഷൻസ് വരാം, കൂടിക്കൊണ്ടിരിക്കാം. ഓക്കെ, ലെസ് എഫോർട്ട് ദൻ ഐറ്റമൈസിങ്. ഐറ്റമൈസിങ്ങിനെക്കാളും കുറവ് എഫോർട്ട് എടുത്താൽ മതി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യാനായിട്ട്. ദ ഡിഡക്ഷൻ റെഡ്യൂസസ് യുവർ ടാക്സബിൾ ഇൻകം. ഓഫ് കോഴ്സ് ഐറ്റമൈസിങ്ങിലും നമ്മളിത് കണ്ടു, ടാക്സബിൾ ഇൻകം കുറയ്ക്കുന്നു. കുഡ് സേവ് യു മോർ ദാൻ വാട്ട് യു ഹാഡ് ഗെറ്റ് ബൈ ഐറ്റമൈസിങ്. ഐറ്റമൈസിങ്ങിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ സാധിക്കും. നെക്സ്റ്റ്, കോമൺ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു കുറച്ച് എമൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പോൾ 65 വയസ്സിന് താഴെയുള്ളവരാണ്, സിംഗിൾ ആണ് അവരുടെ ഫയലിംഗ് സ്റ്റാറ്റസ് എങ്കിൽ ഇത്ര ഡോളേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ഡിഡക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഹെഡ് ഹൗസ് ഹോൾഡ്, അതുപോലെ തന്നെ മാരീഡ് ആണെങ്കിൽ, ദെൻ സർവൈവിങ് സ്പൗസ് ആണെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ താഴെയുള്ളവർക്ക് ഇത്ര എമൗണ്ട് ആണ്, ഇത്ര ഡോളേഴ്സ് ആണ് വരുന്നത്. ഞാനൊരു ക്ലാസ് നിങ്ങൾ ആ ടേബിൾ കാണിച്ചു തന്നു അല്ലേ, ഇത്ര ഏജിലുള്ളവർ ഏത് ഫയലിംഗ് സ്റ്റാറ്റസിലാണ് അവർ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് പറ്റിയ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എമൗണ്ട്. ഓക്കെ, അങ്ങനെ. പക്ഷെ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ആയിട്ടല്ല, പകരം ഇങ്ങനത്തെ മോർഗേജ് ഇൻട്രസ്റ്റ്, ചാരിറ്റബിൾ ഡൊണേഷൻസ്, അൺറിയംബേഴ്സ്ഡ് മെഡിക്കൽ എക്സ്പെൻസസ്, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ടാക്സസ്, ഇങ്ങനത്തെ ഫോംസിലാണ് ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മോർഗേജ് ഇൻട്രസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചാരിറ്റബിൾ ഡൊണേഷൻസ് ചെയ്യണം. കണ്ടിട്ടില്ലേ വലിയ ഫിലിം സ്റ്റാർ, അല്ലെങ്കിൽ വലിയ വലിയ ഒത്തിരി കാശുള്ളവർ എന്ത് ചെയ്യും, അവർ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി നടത്തുന്ന മെയിൻ പരിപാടിയാണ് ചാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അനാഥാലയങ്ങൾക്ക്, ഹോളിഡേജ് ഹോംസിന് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ അവർ ചാരിറ്റബിൾ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുക. അതിനൊക്കെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടാക്സ് വെട്ടിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഏൺ ചെയ്യുന്നതിന്റെ പകുതി മുക്കാലും ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇങ്ങനെ ചാരിറ്റബിൾ സൊസൈറ്റി നടക്കുക, അല്ലെങ്കിൽ ഡിവിഡൻഡ്, മോർഗേജ് ഇൻട്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഷെയർ ഒക്കെ വാങ്ങിയിടുന്ന കണ്ടിട്ടില്ലേ. സോ അങ്ങനെയൊക്കെ ചെയ്യുക വഴി നമുക്ക് എന്താ, ടോട്ടൽ ഇൻകം, ടാക്സബിൾ ഇൻകം കുറച്ച് കാണിക്കാൻ പറ്റും. ടാക്സ് വെട്ടിക്കുന്ന മെയിൻ പരിപാടിയാണ് അതൊക്കെ. ചാരിറ്റി തുടങ്ങുക, ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ദാനം ചെയ്യുക, അത് ഇതെന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്ത മെയിൻ കാര്യങ്ങളാണ് അതൊക്കെ. അതൊക്കെ ഐറ്റമൈസ് ഡിഡക്ഷന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, സോ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത്ര രൂപ ഞാൻ ചാരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 2 ലക്ഷം രൂപ ഒരു ചാരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് 2 ലക്ഷം ഈസി ആയിട്ട് അങ്ങ് കുറച്ച് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് കുറയും. സോ ആ ഒരു അത്രയും കുറഞ്ഞ എമൗണ്ടിൽ ടാക്സ് അടച്ചാൽ മതിയാവും അവർക്ക്. ഗോട്ട് ദി പോയിന്റ്. അതാണ് ഐറ്റമൈസ് റിഡക്ഷൻ. അത് ഒരു പ്രത്യേക എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഓഫ് പേ ആയിട്ടോ ഒന്നും അല്ല കൊടുത്തേക്കുന്നത്. ഇങ്ങനത്തെ ഈ മോർഗേജ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ഷെയർസ്, അതുപോലെ ചാരിറ്റബിൾ ഡൊണേഷൻസ്, അൺറിയംബേഴ്സ്ഡ് മെഡിക്കൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത മെഡിക്കൽ എക്സ്പെൻസസ് ഉണ്ടാവും, സോ തിരിച്ചടവില്ലാത്ത. സോ അങ്ങനത്തെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ടാക്സസ്. സോ ഈ ഫോംസിലൊക്കെയാണ് ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണെങ്കിൽ വേറെ എഫോർട്ട് ഒന്നും എടുക്കണ്ട, ഓൾറെഡി എമൗണ്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് 65 വയസ്സിന് താഴെയാണ് പ്രായം, സിംഗിൾ ആണോ നിങ്ങളുടെ ഫയലിംഗ് സ്റ്റാറ്റസ്, ഓക്കെ, എന്നാൽ ഇത്ര എമൗണ്ട് ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കുറയ്ക്കേണ്ടത്. അവിടെ വലിയ എഫോർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ലെസ് എഫോർട്ട് ദാൻ ഐറ്റമൈസിങ് എന്ന് പറയുന്നത്. ഐറ്റമൈസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല എഫോർട്ട് ഉണ്ട്, കാരണം നമ്മൾ മോർഗേജ് ഇൻട്രസ്റ്റ് ശരിയാക്കണം, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഷെയർസ് ഒക്കെ തുടങ്ങിയിടണം, അതല്ലെങ്കിൽ ചാരിറ്റിക്ക് നമുക്ക് പൈസ കൊടുക്കേണ്ട വരും, പിന്നെ നമുക്ക് എന്തെങ്കിലും തിരിച്ചടവില്ലാത്ത മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാക്കേണ്ട വരും. അങ്ങനത്തെ കുറച്ച് എഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐറ്റമൈസ്ഡിൽ. പക്ഷെ സ്റ്റാൻഡേർഡിൽ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഏജ് ഇപ്പം ഇത്രയും കുറവാണ്, 65 കുറവാണ്, നമ്മൾ സിംഗിൾ അല്ലെങ്കിൽ മാരിഡ് ജോയിന്റ്ലി എന്ന് പറഞ്ഞ ഒരു ഫയലിംഗ് സ്റ്റാറ്റസ് ആണ് സെലക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഓക്കെ, അവിടെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും. ഈ വർഷത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എമൗണ്ട് ഇത്ര എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ എമൗണ്ട് അങ്ങ് ഡിഡക്ട് ചെയ്ത് പോയാൽ മതിയാവും. ഓക്കെ, എന്നിരുന്നാൽ കൂടെ ഈ 2 ഡിഡക്ഷന് നമ്മൾ എന്തിനു സഹായിക്കുന്നു, ടാക്സബിൾ ഇൻകം കുറച്ച് കാണിച്ചിട്ട് ടാക്സ് അത്രയ്ക്കും കുറച്ച് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നു.
ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഐറ്റമൈസ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എങ്ങനെയാണ്? ക്ലിയർ? സോ ഏതായിരിക്കും കൂടുതൽ നല്ലത്? ഈസി വേ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെലക്ട് ചെയ്യുന്നതാണോ, ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ സെലക്ട് ചെയ്യുന്നതാണോ? ഏതാ കൂടുതൽ ഈസി വേ? നിങ്ങളാണെങ്കിൽ ഏത് സെലക്ട് ചെയ്യും? ITR ഫയൽ ചെയ്യാനാണെങ്കിൽ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യും അല്ലേ? ഐറ്റമൈസ്ഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പോകണം അല്ലേ? മോർഗേജ് ഇൻട്രസ്റ്റ് ഷെയർ ഒക്കെ തുടങ്ങണം, ഡിവിഡൻഡ് ഒക്കെ. സോ അതിനേക്കാളും നല്ല എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന എമൗണ്ട് ഇട്ട് അങ്ങ് ഡിഡക്ട് ചെയ്ത് പോയാൽ മതി. സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് കുറച്ച് എല്ലാവരും കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലോവേഴ്സ് യുവർ ഇൻകം ബൈ വൺ ഫിക്സ്ഡ് എമൗണ്ട്. യെസ്, അവിടെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും. ഓരോ ഇയറിലും ഇത്ര എമൗണ്ട് വെച്ച് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാം എന്നൊരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും. സോ അത് വെച്ച് നമുക്ക് ചെയ്യാം. ഓൺ ദ അതർ ഹാൻഡ്, ഐറ്റമൈസ് ഡിഡക്ഷൻസ് ആർ മേഡ് അപ്പ് ഓഫ് ലിസ്റ്റ് ഓഫ് എലിജിബിൾ എക്സ്പെൻസസ്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. മോർഗേജ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ഷെയർ, അൺറിയംബേഴ്സ്ഡ് മെഡിക്കൽ ബില്ല്, ചാരിറ്റബിൾ ഡൊണേഷൻസ്, അങ്ങനെ കുറച്ച് എക്സ്പെൻസസ് ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. യു ക്യാൻ ക്ലെയിം വിച്ച് എവർ ഡിഡക്ഷൻ റെഡ്യൂസസ് യുവർ ബിൽ ദ മോസ്റ്റ്. യു ആർ നോട്ട് അലൗഡ് ടു ക്ലെയിം ബോത്ത്. രണ്ടും ഒരുമിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, രണ്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഡിഡക്ഷൻ, ഒന്നില്ലെങ്കിൽ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. വിച്ച് എവർ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നത് ആ ഡിഡക്ഷൻ സെലക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഓൾറെഡി അവിടെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും, നമുക്ക് എഫോർട്ട് കുറവായിരിക്കും. ഐറ്റമൈസ്ഡ് ആണെങ്കിൽ ഫിക്സ്ഡ് എമൗണ്ട് ഒന്നും ഇല്ല, നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് ചൂസ് ചെയ്തിട്ട് അത് ചെയ്യണം. ഇപ്പൊ മോർഗേജ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് ആണോ ചൂസ് ചെയ്യുന്നത്, ഏതാണോ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വരുന്ന എമൗണ്ട് വെച്ചിട്ട് വേണം എന്ത് അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം കുറച്ച് കാണിക്കാനായിട്ട്. ഓക്കെ, അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം കുറച്ച് കാണിക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകവും കുറവായിരിക്കും. ടോട്ടൽ ടാക്സബിൾ ഇൻകം കുറവാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാം അല്ലേ, ടാക്സ് റേറ്റും കുറവായിരിക്കും. സോ അത്രയും കുറച്ച് ടാക്സ് അടച്ചാൽ മതിയാകും. ഗ്രോസ് ഇൻകം മൈനസ് അഡ്ജസ്റ്റ്മെന്റ്സ്. നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഒരു വർഷത്തെ ഗ്രോസ് ഇൻകം എടുക്കുന്നു. നമുക്ക് പലയിടത്തു നിന്നായി പല ഇൻകം കിട്ടും. സോ അതിന്റെ ഗ്രോസ് ഇൻകം എടുക്കുന്നു. ഗ്രോസ് ഇൻകം മൈനസ് അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് AGI, അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം കിട്ടുന്നു. ആ AGI, ആ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ്, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണെങ്കിൽ അതിന്റെ ആ ഫിക്സ്ഡ് റേറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് എമൗണ്ട്, ഐറ്റമൈസ്ഡ് ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന എക്സ്പെൻസസ് ഉണ്ടാവും, അതിൽ നിന്നും വരുന്ന എമൗണ്ട് എത്രയാണോ അത് വെച്ച് ഡിഡക്ട് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ടോട്ടൽ ടാക്സബിൾ ഇൻകം. നമുക്ക് ടോട്ടൽ ടാക്സബിൾ ഇൻകം കിട്ടും. ആ ടോട്ടൽ ടാക്സബിൾ ഇൻകം എത്രയാണെന്ന് നോക്കുക. അതനുസരിച്ചിട്ട് ടാക്സ് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടാക്സ് അടയ്ക്കേണ്ട എത്ര എമൗണ്ട് ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഈ ഫോർമുല ക്ലിയർ അല്ലേ? ഫോർ മോസ്റ്റ് ടാക്സ് പേയേഴ്സ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ is based on filing status. Okay, some taxpayers will itemize deductions. When their itemized deduction are greater than standard deduction, they use the itemized deduction instead of standard deduction. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ITR ഫയൽ ചെയ്യേണ്ട സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ എമൗണ്ട് ആണോ ഐറ്റമൈസ്ഡിൻ്റെ എമൗണ്ട് ആണോ വലുത്, ഏതാണോ വലുതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യും. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ വലിയ എമൗണ്ട് സെലക്ട് ചെയ്യണേ? ഇപ്പൊ സപ്പോസ് ഇപ്പൊ പറയുവാണ്, നമ്മുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകത്തിൽ നിന്നാണല്ലോ നമുക്ക് ഡിഡക്ഷൻസ് ലെസ് ചെയ്യേണ്ടത്. നമ്മുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം 1,00,000 ആണെന്ന് കരുതുക. ഓക്കെ, സോ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം കിട്ടി 1,00,000. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഡക്ഷൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ ആ വർഷത്തെ എമൗണ്ട്, എനിക്ക് 65 വയസ്സിന് താഴെയാണ്, സിംഗിൾ എന്ന് പറയുന്ന സ്റ്റാറ്റക്സിലാണ് ഞാൻ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. 20,000. ഓക്കെ, ഇനിയിപ്പോൾ ഐറ്റമൈസ്ഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ലിസ്റ്റ് ഓഫ് എക്സ്പെൻസസ് ഉണ്ട്. ഏതൊക്കെയാ ലിസ്റ്റ് ഓഫ് എക്സ്പെൻസസ് ഐറ്റമൈസ്ഡിന്റെ കീഴിൽ വരുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഐറ്റമൈസ്ഡിന്റെ കീഴിൽ? ചാരിറ്റി ചെയ്യാം, വെരി ഗുഡ്. Unreimbursed medical expense, yeah, good. State and local taxes, പിന്നെ ഡിവിഡൻഡ് ഷെയർ, അതൊക്കെ ഐറ്റമൈസ് ഡിഡക്ഷൻ ആണ്. സോ നമ്മൾ ഐറ്റമൈസ് ഡിഡക്ഷൻ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര വരുന്നുണ്ട്? ഒരു 50 അടുത്ത് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു 20,000 ആണ്. ഐറ്റമൈസ് ഡിഡക്ഷൻ ഇപ്പം ഞാൻ ചാരിറ്റി ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ഞാനൊരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് 50,000 റുപ്പീസ് കൊടുത്തു എന്ന് വിചാരിക്കുക. സോ എനിക്ക് ഇതിനകത്ത് ഏതായിരിക്കും കൂടുതൽ, സ്റ്റാൻഡേർഡ് ആണോ ഐറ്റമൈസ്ഡ് ആണോ?
ഏതായിരിക്കും കൂടുതൽ എമൗണ്ട് വരിക? എൻ്റെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം 1 lakh ആണ്. എൻ്റെ ആ വർഷത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫയലിംഗ് സ്റ്റാറ്റസ് സിംഗിൾ, എൻ്റെ ഏജ് 65 വയസ്സിന് താഴെ. സോ മൈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇസ് 20,000. ഇനി ഐറ്റമൈസ് ഡിഡക്ഷൻ ഞാൻ സെലക്ട് ചെയ്ത എക്സ്പെൻസ് ചാരിറ്റി ആണ്. സോ ചാരിറ്റിക്ക് ഞാൻ കൊടുത്തത് 50,000 രൂപയാണ്. സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 20,000, ഐറ്റമൈസ്ഡ് 50,000. ഇതിൽ ഏതാണ് കൂടുതൽ? ഏതായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്? ഓക്കെ, അതായത് എനിക്ക് എൻ്റെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം, നമ്മൾ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം മൈനസ് റിഡക്ഷൻ ആണല്ലോ ടോട്ടൽ ടാക്സബിൾ ഇൻകം. സോ എൻ്റെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് 1 lakh. ഓക്കെ, എൻ്റെ ഡിഡക്ഷൻസിലേക്ക് വരുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യണം ഏത് ഡിഡക്ഷൻ അപ്ലൈ ചെയ്താലാണ് കുറവ് ടാക്സബിൾ ഇൻകം കിട്ടുക എന്ന് കമ്പയർ ചെയ്യണം. സോ ഞാൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുത്തു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുത്തപ്പോൾ എൻ്റെ ഫയലിംഗ് സ്റ്റാറ്റസ് എൻ്റെ സിംഗിൾ ആണ്. ഓക്കെ, സിംഗിൾ എന്ന് പറഞ്ഞ ഫയലിംഗ് സ്റ്റാറ്റസിലാണ്. എൻ്റെ വയസ്സ് 65 വയസ്സിന് താഴെയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? എൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആ വർഷത്തെ IRS പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 20,000 ആണ്, 20,000. ഓക്കെ, പിന്നെ ഞാൻ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ കമ്പയർ ചെയ്യുവാണ്. ഐറ്റമൈസ്ഡ് ഡിഡക്ഷന് കീഴിൽ കുറച്ച് എക്സ്പെൻസസ് നമ്മൾ പഠിച്ചല്ലോ, മോർട്ട്ഗേജ്, ചാരിറ്റി, മെഡിക്കൽ എക്സ്പെൻസസ്. അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ചാരിറ്റി ആണ്. സോ ഞാൻ ചാരിറ്റിക്ക് ഒരു 50,000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്റെ ഐറ്റമൈസ് റിഡക്ഷൻ എത്രയാ? 50,000. എന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാ? 20,000. സോ നമ്മൾ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഡിഡക്ഷൻ എമൗണ്ടിൽ നിന്നും ഏത് എമൗണ്ട് ചൂസ് ചെയ്യും? അതാണ് എന്റെ ചോദ്യം. ഐറ്റമൈസ്ഡ്, കറക്റ്റ്. എന്തുകൊണ്ടായിരിക്കും ഐറ്റമൈസ്ഡ് ചൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഐറ്റമൈസ്ഡ് ചൂസ് ചെയ്യുന്നത്? യെസ്, 50,000 ഓഫ് കോഴ്സ് കൂടുതൽ ഐറ്റമൈസ്ഡ് ആണ്. കൂടുതൽ ഇപ്പൊ ഈ 1,00,000 നിന്നും 50,000 കുറച്ച് എനിക്ക് 50,000 വരുന്നുള്ളൂ എന്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം അല്ലേ? സോ അതിന്റെ മേലുള്ള ടാക്സ് അടച്ചാൽ മതിയാകും. മറ്റേ സ്റ്റാൻഡേർഡ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നെങ്കിലോ 1,00,000 നിന്ന് 20,000 അടിച്ച് ബാക്കി 80,000 ഉണ്ടാവും, 80,000 വരും. സോ 80,000 ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഏതാ നല്ലത്? ഐറ്റമൈസ്ഡ് അല്ലേ? ഐറ്റമൈസ്ഡ് ആകുമ്പോൾ എനിക്ക് 50,000 മേൽ മാത്രം അടച്ചാൽ മതിയാകും. സോ നമ്മള് ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ഏത് ഡിഡക്ഷൻ ആണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. രണ്ടും കമ്പയർ ചെയ്യുക. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണെങ്കിൽ എത്ര എമൗണ്ട് വരും, ഐറ്റമൈസ്ഡ് ആണെങ്കിൽ എത്ര എമൗണ്ട് വരും. ഓക്കെ, അതിൽ കൂടുതൽ ഏതാണോ, ഗ്രേറ്റർ എമൗണ്ട് ഏതാണോ അത് വെച്ചിട്ട് വേണം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ക്ലിയർ ആയോ? അത് എങ്ങനെയാണ് ഡിഡക്ഷൻസ് കണ്ടുപിടിക്കുന്നത്, അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആയോ? യെസ്, ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 2014 ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സിംഗിൾ 6,200, ഹെഡ് ഹൗസ് ഹോൾഡിന് ഇത്രയായിരുന്നു. മാരിഡ് ഫയലിംഗ് ജോയിന്റ്ലി ആണെങ്കിൽ $12,400 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വന്നിട്ടുള്ളത്. ക്വാളിഫൈങ് വിഡോവർ ആണെങ്കിൽ സെയിം 12,400 തന്നെ. മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി സെയിം ആസ് സിംഗിൾ, $6,200.